സൂക്ഷിച്ച് നടക്കണം കേട്ടോ. എടോ, തന്നെ കൊണ്ട് പറ്റില്ലെങ്കിലേ നമുക്ക് ഇവിടെ വെച്ച് മതിയാക്കാം. ആര് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ലെന്ന്? നവീനാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? ഞാനേ സിത്താര ശ്രീനിവാസന്റെ മകളാ. അസാധ്യമായി ഒന്നുമില്ലെന്ന് എന്നെ പഠിപ്പിച്ച അമ്മയുടെ മകൾ. അസാധ്യമായി ഒന്നുമില്ലെന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണെന്നാ ഞാൻ കേട്ടത്. എന്നോട് എന്റെ അമ്മയാ പറഞ്ഞെ. എന്റെ അമ്മയാണ് എനിക്ക് നെപ്പോളിയനും മുസോളിനിയും എല്ലാം. ആയിക്കോട്ടെ, ഇനിയും കുറെ ദൂരം ഉണ്ടോ? ദൂരം കുറേയുണ്ട്. പക്ഷേ നെപ്പോളിയൻ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലല്ലോ. പ്രകൃതിയുടെ ശബ്ദങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലം, മനുഷ്യൻ പ്രകൃതിയെ കേൾക്കുന്ന ഒരു സ്ഥലം. അതാണ് ഈ റിസോർട്ടിന്റെ പിന്നിലുള്ള സങ്കല്പം. മനുഷ്യര് കാടന്മാരിൽ നിന്ന് നാടന്മാരാകാൻ ഒരുപാട് സമയമെടുത്തു. ഇതിപ്പോ തിരിച്ചങ്ങോട്ടുള്ള പോക്കല്ലേ. എന്നിട്ട് ഗംഭീര ഐഡിയ ആണെന്നുള്ള തോന്നലും. നടക്ക്. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ടാ പോവാ? അടിക്കുമെന്ന്. അല്ല, ഗോപാലമാമനല്ലേ അത്? ഗോപാലമാമ, ഗോപാലമാമ! ചേട്ടാ, നിങ്ങൾ വിളിക്കുന്ന കേട്ടില്ലേ? നീയല്ലേ കേട്ട്? നീ മറുപടി പറഞ്ഞാൽ മതി. നിക്കവിടെ മാമ, അവിടെ നിന്നേ. ദുബായ് മാമ! ഗോപാലൻ വരുന്നുണ്ടോ അടുത്തെങ്ങാനും? ഗോപാലൻ വരുന്നുണ്ടോന്നോ? അതിനവനെ അറബി വിട്ടിട്ട് വേണ്ടേ? എന്റെ തങ്കം, ആ അറബി അതെ, അവരുടെ കുടുംബത്തുള്ളവരും അതെ. എന്ത് കാര്യത്തിനും ഗോപാലൻ തന്നെ വേണം. ഗോപാലൻ വിളിക്കുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ, അവനെ കാണാൻ കൊതിയുണ്ടെന്ന്. അയ്യോ, ഇനി തങ്കം കൂടെ പറയാനുള്ളൂ. അയ്യോ, നാട്ടിൽ എവിടെ ചെന്നാലും ആളുകൾക്ക് ഗോപാലനെ കാണണം, ഗോപാലനെ കാണണം എന്നുള്ള പറച്ചില. പക്ഷെ അറബി വിടില്ലല്ലോ. ഇതാണോ ഗോപാലമാമന്റെ ഗൾഫ്? എവിടെ ഗോപാലമാമന്റെ അറബി? ഞങ്ങളെയൊക്കെ പറ്റിക്കായിരുന്നല്ലേ? ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന റിസോർട്ടുകളുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ചില്ലുകൊണ്ടായിരിക്കും. അതിലിരുന്ന് കപ്പിൾസിന് പ്രകൃതിയിൽ മഞ്ഞ് പെയ്യുന്നതും മഴ പെയ്യുന്നതും എല്ലാം ആസ്വദിക്കാം. ഒരിക്കലും ഈ റിസോർട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളോട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയത്തിന്റെ ഏറ്റവും നല്ല മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചാൽ അവര് നമ്മുടെ റിസോർട്ടിന്റെ പേര് പറയണം. ദാറ്റ്സ് മൈ ഐഡിയ. ബിസിനസ് ലോകത്ത് കിരീടം വെച്ച രാജാവിന് ഇങ്ങനെ റൊമാൻറ്റിക് ആയ ഒരു വശമുണ്ടോ? ഈ ഒരു ബിസിനസിന്റെ പോളിസി എന്താണെന്ന് അറിയാം തനിക്ക്? നമ്മൾ കാമുകന്മാർക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ അവരെ പോലെ പ്രണയത്തോടു കൂടി ചിന്തിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കുടുംബത്തിന്റെ അകം തിരിച്ചറിയണം. ചുരുക്കി പറഞ്ഞ ഏത് വേഷം കെട്ടാനും നവീൻ ഗോപാൽ വർമ്മ തയ്യാറാണെന്ന്. നോ ഡൗട്ട്. നമ്മൾ ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവരുടെ മനസ്സായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. പിന്നെ ഇനി ഇവിടെ നിന്നാല് പെട്ടെന്ന് കോടമഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും. താഴേക്കുള്ള വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. സോ നമുക്ക് ഇറങ്ങിയാലോ? ഓക്കെ.